ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി? ഇവിടെ ക്ലോക്കിലെ സമയം 3:15 ആണ്. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പമാർഗ്ഗമുണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നോക്കുക, ഇവിടെ മണിക്കൂർ 3ഉം മിനിറ്റ് 15ഉമാണ്. മണിക്കൂറിൻ്റെ 5 ഇരട്ടിയാണ് മിനിറ്റ്. ഇങ്ങനെ മണിക്കൂറിൻ്റെ 5 ഇരട്ടി മിനിറ്റ് വരുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കാണാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഓർക്കുക, മണിക്കൂറിൻ്റെ 5 ഇരട്ടി മിനിറ്റ് വരുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കാണാൻ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കോണളവ് കാണാൻ മിനിറ്റായ 15ൻ്റെ പകുതി എടുക്കുക. 15/2 7.5ആണ്. അപ്പോൾ 7.5 ഡിഗ്രി ആയിരിക്കും കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. മണിക്കൂറിൻ്റെ 5 ഇരട്ടി മിനിറ്റ് വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി. എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് നൽകാം? ഇവിടെ ഒരു വ്യാപാരി ഒരു റേഡിയോ 3000 രൂപയ്ക്ക് വാങ്ങി അതിന് 20% കൂട്ടി വിലയിടുന്നു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതിയെങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് നൽകാമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സാധനം വാങ്ങിയ വില 3000 രൂപയാണ്. അതിന് അദ്ദേഹം 20% കൂട്ടി വിലയിട്ടു. അപ്പോൾ അദ്ദേഹം കൊടുത്ത പരസ്യവില കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ 3000ൻ്റെ 20% 3000-നോട് കൂട്ടുക. ഓർക്കുക, 10% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10-ലൊരു ഭാഗമാണ്, അതായത് 300 വരും. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 300ൻ്റെ ഇരട്ടി 600. 3000 600 കൂടെ കൂട്ടുമ്പോൾ 3600 രൂപ. അപ്പോൾ 3600 രൂപയാണ് അദ്ദേഹം റേഡിയോയ്ക്ക് കൊടുത്ത പരസ്യവില. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് 8% ലാഭം മതി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട ലാഭം എന്ന് പറയുന്നത് 3000 ഗുണം 100 30 ഗുണം 8 240 രൂപ ലാഭം കിട്ടിയാൽ മതി. അപ്പോൾ അദ്ദേഹം ആ സാധനത്തിന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 3000 പ്ലസ് ഈ ലാഭമായി 240 കൂടെ കൂട്ടുമ്പോൾ 3240 രൂപ. അപ്പോൾ 3600 രൂപ പരസ്യവില ഇട്ടിരിക്കുന്ന സാധനം 3240 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ബാക്കി തുക ഡിസ്കൗണ്ടായി നൽകാം. അത് എത്രയെന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് 3600-ൽ നിന്നും 3240 കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ 360 കിട്ടും. അപ്പോൾ 360 രൂപ ഡിസ്കൗണ്ടായി നൽകാം. 3600 രൂപ പരസ്യവിലയുള്ള സാധനത്തിന് 360 രൂപ ഡിസ്കൗണ്ടായി നൽകാം. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കാണുന്നതിന് ഈ പരസ്യവിലയുടെ എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതായത് 3600ൻ്റെ എത്ര ശതമാനമാണ് 360 എന്ന്. അതിനായിട്ട് 3600-ൽ 360 ഗുണം 100 കാണുക. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 360/36. 360-നെ 36 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ 10% ഡിസ്കൗണ്ട് നൽകാം. ശരി ഉത്തരം ഓപ്ഷൻ സി. 20-നും 100-നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക എത്ര? അപ്പോൾ ഇവിടെ 20-നും 100-നും ഇടയിലുള്ള മുഴുവൻ ഒറ്റസംഖ്യകളുടെയും തുക കണ്ടുപിടിക്കണം. ഇത് സമാന്തര ശ്രേണി ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗ്ഗം ഉപയോഗിക്കാം. നോക്കുക, ഇത് നമുക്ക് 2 ഘട്ടമായിട്ട് ചെയ്യാം. അതായത് ആദ്യം 1 മുതൽ 100 വരെയുള്ള ഭാഗത്തെ ഒറ്റസംഖ്യകളുടെ തുക കാണുന്നു. 1 മുതൽ 100 വരെയുള്ള ഭാഗത്തെ ഒറ്റസംഖ്യകളുടെ തുക. ശേഷം 1 മുതൽ 20 വരെയുള്ള ഭാഗത്തെ ഒറ്റസംഖ്യകളുടെ തുക കാണുന്നു. ഇനി നമുക്ക് വേണ്ടത് 20-നും 100-നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുകയാണ്. ഇത് കിട്ടുന്നതിനായിട്ട് 20-നും 100-നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുക കിട്ടുന്നതിനായിട്ട് 1 മുതൽ 100 വരെയുള്ള ഭാഗത്തെ ഒറ്റസംഖ്യകളുടെ തുകയിൽ നിന്നും 1 മുതൽ 20 വരെയുള്ള ഭാഗത്തെ ഒറ്റസംഖ്യകളുടെ തുക കുറച്ചാൽ മതി. ഇനി 1 മുതൽ 100 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 1 മുതൽ 100 വരെ ഉള്ള എണ്ണൽ സംഖ്യകളിൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ പകുതി ഒറ്റസംഖ്യകളും പകുതി ഇരട്ടസംഖ്യകളുമാണ്. അപ്പോൾ 100ൻ്റെ പകുതി 50 ഒറ്റസംഖ്യകളുണ്ട്. അതുപോലെ 1 മുതൽ 20 വരെയുള്ള ഭാഗത്ത് 20ൻ്റെ പകുതി 10 ഒറ്റസംഖ്യകളാണുള്ളത്. ഇനി നമുക്കൊരു സൂത്രവാക്യമുണ്ട്. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n² ആണ്. ആദ്യത്തെ n ഒറ്റസംഖ്യകളുടെ തുക n². അപ്പോൾ 1 മുതൽ 100 വരെയുള്ള ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ തുക 50ൻ്റെ സ്ക്വയറാണ്. അതായത് 2500 വരും. അതുപോലെ 1 മുതൽ 20 വരെയുള്ള ഭാഗത്തെ ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ തുക 10ൻ്റെ സ്ക്വയറാണ്. അത് 100 വരും. അപ്പോൾ 20-നും 100-നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണുന്നതിനായിട്ട് ഈ 1 മുതൽ 100 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയിൽ നിന്നും 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കുറച്ചാൽ മതി. അതായത് 2500-ൽ നിന്നും 100 കുറയ്ക്കുക. അപ്പോൾ 2400 കിട്ടും. അപ്പോൾ 20-നും 100-നും ഇടയിലുള്ള ഒറ്റസംഖ്യകളുടെ തുക 2400. ശരി ഉത്തരം ഓപ്ഷൻ ബി. രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി. 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭം ലഭിച്ചു? ഇവിടെ രാഹുൽ സാധനം വാങ്ങിയത് 2500 രൂപയ്ക്കാണ്. അദ്ദേഹം 1000 രൂപ മുടക്കി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു.
എന്നിട്ട് 3850 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എത്ര ശതമാനം ലാഭം ലഭിച്ചു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ വാങ്ങാൻ ചിലവായ തുക 2500 രൂപ. ഇനി അത് കേടുപാടുകൾ തീർക്കാനായിട്ട് 1000 രൂപയും കൂടെ മുടക്കി. അപ്പോൾ മൊത്തം അദ്ദേഹത്തിന് ചിലവായ തുക 2500 അധികം 1000 3500 രൂപയാണ്. ഇനി അദ്ദേഹം അത് മറ്റൊരാൾക്ക് വിറ്റ വില 3850 രൂപ. അപ്പോൾ ലാഭം കണ്ടുപിടിക്കുന്നതിനായിട്ട് 3850 നിന്നും അദ്ദേഹത്തിന് ചിലവായ തുകയായ 3500 കുറയ്ക്കുക. അപ്പോൾ 350 എന്ന് കിട്ടും. അപ്പോൾ 350 രൂപ ലാഭം കിട്ടി. ഇനി ലാഭ ശതമാനം കാണുന്നതിനായിട്ട് അദ്ദേഹത്തിന് ചിലവായ തുകയുടെ എത്ര ശതമാനമാണ് ലാഭം എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ വാങ്ങിയ വില നോക്കിയാൽ പോരാ. വാങ്ങിയ വില കഴിഞ്ഞ് അദ്ദേഹം കേടുപാടുകൾ തീർക്കാനായിട്ട് 1000 രൂപയും കൂടെ മുടക്കി. അപ്പോൾ അദ്ദേഹത്തിന് ചിലവായ തുകയുടെ എത്ര ശതമാനമാണ് ലാഭം എന്ന് കണ്ടുപിടിക്കണം. അതായത് 3500ൻ്റെ എത്ര ശതമാനമാണ് ലാഭമായ 350 എന്ന് കണ്ടുപിടിക്കുക. അതിനായിട്ട് 3500ൽ 350 ഗുണം 100 അതാണ് ക്രിയ. 350നെ 35 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. അപ്പോൾ 10% ലാഭം കിട്ടി. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഈ 3500ൻ്റെ എത്ര ശതമാനമാണ് 350 എന്ന് കാണുന്നതിനായിട്ട് എളുപ്പമാർഗ്ഗമുണ്ട്. ഓർക്കാം, 3500ൻ്റെ 10-ലൊരു ഭാഗമാണ് 350. 10-ലൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10%. അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ക്രിയ കൂടാതെ പെട്ടെന്ന് ചെയ്യാം. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കും? ഇവിടെ 6 പൈപ്പുകളുണ്ട്. ഈ പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ടാങ്ക് നിറയ്ക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞത് 30 മിനിറ്റ് അരമണിക്കൂറാണല്ലോ. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് 6 പൈപ്പുകൾക്ക് ടാങ്ക് നിറയ്ക്കാൻ പറ്റും. 1.5 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ഒരു പൈപ്പ് തന്നെയാണെങ്കിൽ ഈ ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും? ഈ 1.5യുടെ 6 ഇരട്ടി എടുക്കും. കാരണം 6 പൈപ്പുകൾ ചേർന്നാണ് 1.5 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്നത്. അപ്പോൾ ഒരു പൈപ്പ് തന്നെയാണെങ്കിൽ 1.5യുടെ 6 ഇരട്ടി സമയമെടുക്കും. അതായത് 1.5 ഗുണം 6 ഗുണിച്ചു കഴിഞ്ഞാൽ 6 6 6 3 9 വരും. 9 മണിക്കൂർ സമയം വരും. ഒരു പൈപ്പ് തന്നെയാണെങ്കിൽ 9 മണിക്കൂർ സമയം കൊണ്ടേ ടാങ്ക് നിറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 4 പൈപ്പുകൾ ചേർന്നാലോ? ഈ 9ൻ്റെ 4-ലൊരു ഭാഗം സമയം മതിയാവും. ഒരു പൈപ്പ് തന്നെയാണെങ്കിൽ 9 മണിക്കൂർ സമയമെടുക്കും. അപ്പോൾ 4 പൈപ്പുകൾ ചേർന്നാൽ 9ൻ്റെ 4-ലൊരു ഭാഗം, അതായത് 9/4. 9നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 2.25 എന്ന് കിട്ടും. ഇപ്പോൾ 2.25 അവേഴ്സ്. ഓർക്കുക, 1/4 മണിക്കൂർ 0.25 അവേഴ്സ് അല്ലെങ്കിൽ 1/4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റാണ്. അപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റാണ് 4 പൈപ്പുകൾക്ക് ടാങ്ക് നിറയ്ക്കാൻ വേണ്ടി വരുന്ന സമയം. ശരി ഉത്തരം ഓപ്ഷൻ എ, 2 മണിക്കൂർ 15 മിനിറ്റ്.